എൻഡ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 45 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോർഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവർത്തനം 24 മുതൽ 27 വരെ ലൂക്കോസ് 1-ാം അധ്യായത്തിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആൻസേഴ്സ് ആണ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 10-1 ശേഖരിക്കുന്ന കാലം ഏത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം 3-ാം സംവത്സരം എന്നുള്ളതാണ്. ആവർത്തനം 26-12 ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. 2, ഒത്തതും ന്യായവും ആയിരിക്കേണ്ട 2 വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം പടി, പറ. ആവർത്തനം 25-15 ആവർത്തനം 25-15 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, പണയം വാങ്ങാൻ പാടില്ല എന്തെല്ലാം എന്നുള്ളതായിരുന്നു. ഉത്തരം തിരിക്കല്ല്, അതിന്റെ മേൽക്കല്ല്, വിധവയുടെ വസ്ത്രം. ആവർത്തനം 24-6-17 വാക്യങ്ങളിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു, ബൈബിളിലെ മറ്റൊരു പുസ്തകത്തിന്റെ തുടക്കവും എന്റെ പേരാണ്. ബൈബിളിൽ എന്റെ പേര് 2 പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആരാണ് എന്നുള്ളതായിരുന്നു. ഉത്തരം തെയോഫിലോസ് ആണ്. ലൂക്കോസ് 1:1 അതുപോലെ തന്നെ 2 പ്രാവശ്യം എന്നുള്ളത് ലൂക്കോസ് 1:1 പറയുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:1 പറയുന്നുണ്ട് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, ഒരു സ്ത്രീയുടെ പേര് തുടങ്ങുന്നത് ബൈബിളിലെ പ്രസിദ്ധനായ ഒരു പ്രവാചകന്റെ പേരോടുകൂടെയാണ്. സ്ത്രീ ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം എലീശബത്ത് എന്നുള്ളതാണ്. ലൂക്കോസ് 1:7 ഉത്തരം കാണാൻ പറ്റുന്നത്. പ്രവാചകൻ എലീശ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത പോർഷൻസ് പറയുന്നു. ആവർത്തനം 28 മുതൽ 31 വരെയും ലൂക്കോസ് 2-ാം അധ്യായത്തിൽ നിന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.